വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമായ മറുപടി പറയാതെ മന്ത്രി എൻ ഷംസുദ്ദീൻ. മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും വിശദീകരിക്കാനില്ല. പലതരം ഉത്തരവുകൾ വന്നിട്ടുണ്ട്. ലോക്ഭവൻ സ്വീകരിച്ച നിലപാടും എല്ലാവർക്കും അറിയാമെന്ന് ഷംസുദ്ദീൻ പറഞ്ഞു. വന്ദേ മാതരം ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വന്ന സർക്കുലറുകളാണ് സത്യപ്രതിജ്ഞാ സമയത്ത് ലോക്ഭവൻ എടുത്ത ചില നിലപാടുകളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ വീണ്ടും ആവർത്തിച്ച് ആ കാര്യങ്ങൾ പറയേണ്ടതില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ഈ കാര്യത്തിൽ സ്റ്റേറ്റിൻ്റെ നിലപാട് എന്താണെന്ന്. പിന്നെ ഓരോ മന്ത്രിമാരും അതിലെ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ് ഇറക്കിയത് എന്ന വാദം ഗവർണറുടെ ഓഫീസ് തള്ളിയതോടെയാണ് ഷംസുദ്ദീന്റെ ഒഴിഞ്ഞുമാറൽ. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് തള്ളി മന്ത്രി ടി സിദ്ദിഖ് രംഗത്തെത്തി. സർക്കാർ നിലപാടിന് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നവർ സർവീസിൽ ഉണ്ടാകില്ലെന്ന് സിദ്ദിഖ് വ്യക്തമാക്കി. ഉത്തരവുകൾ എവിടെയെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ അത് തിരുത്താൻ കപ്പാസിറ്റിയുള്ള ഗവൺമെന്റ് ആണല്ലോ, തർക്കമില്ല. നിലവിൽ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ കൺസേൺഡ് വകുപ്പ് കൊടുത്തു കഴിഞ്ഞു. മന്ത്രി തന്നെ പറഞ്ഞു അതിലൊരു അസ്വസ്ഥതയോ അസ്വാഭാവികതയോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കുറവോ നിലനിൽക്കുന്നില്ല. അതിൽ ഗവർണറുടെ ഓഫീസ് അവരുടെ അഭിപ്രായം പറഞ്ഞു, മന്ത്രിമാർ അവരുടെ അഭിപ്രായം പറഞ്ഞു, ഗവൺമെന്റ് ഒപ്പീനിയനും പറഞ്ഞു. വളരെ ക്ലിയറാണ് സ്റ്റാൻഡ്. സർക്കാരിന്റെ നയത്തിനും വീക്ഷണത്തിനും അനുസരിച്ചല്ലാതെ പോകുന്നതായ ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ ഗവൺമെന്റ് കീഴിൽ വാഴില്ല. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. സവർക്കറെ വാഴിപ്പിക്കലും അനുബന്ധ സംവിധാനങ്ങളുമായി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ ഗവൺമെന്റ് കീഴിൽ നടക്കില്ല. വന്ദേമാതരത്തിന്റെ അവസാന ഭാഗത്ത് ഭക്തിഗാന സ്വഭാവം ഉണ്ടെന്നും നിലവിലുള്ള വരികൾ മാത്രം പാടിയാൽ മതിയെന്നും മന്ത്രി CP ജോണും പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി PK സരീഷ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. സരീഷ്, എന്തായാലും ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ പല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് എൻ ഷംസുദ്ദീൻ ആദ്യം പറഞ്ഞ അഭിപ്രായത്തിൽ അല്പം കടന്നുപോയി എന്ന് തോന്നിയത് കൊണ്ട് ഇപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. എന്തായാലും ടി സിദ്ദിഖ് പറയുന്നത് ഇത്തരത്തിലുള്ള നിലപാടുമായി പോകുന്ന ആളുകൾക്ക് എന്തായാലും ഈ സർക്കാരിന്റെ കീഴിൽ വാഴാമെന്ന് കരുതേണ്ട എന്ന് പറഞ്ഞ് ആ നിലപാട് അറിയിക്കുകയും ചെയ്യും. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് UDF സർക്കാരിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ മൂന്ന് മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ആദ്യം ടി സിദ്ദിഖിന്റെ പ്രതികരണം എടുത്താൽ കൃത്യമായി ഇത്തരത്തിൽ ഈ പരാമർശം, അതായത് കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ വന്ദേ മാതരം മുഴുവനായി പാടണം എന്ന സമീപനം എടുക്കുന്ന ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇതിലുണ്ടാവില്ല, സർവീസിൽ ഉണ്ടാകില്ല, അത് സർക്കാരിന്റെ നയത്തിനും നിലപാടിനും എതിരാണ് എന്ന് കൃത്യമായി പറയുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി അത്രത്തോളം കടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം കൃത്യമായി പറയുന്നത് വ്യക്തത അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല. കാരണം മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രിയാണല്ലോ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്, സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പറയേണ്ടത് അദ്ദേഹമാണ്, അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇനി താൻ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ഒരു രീതിയാണ് വിദ്യാഭ്യാസ മന്ത്രി അവലംബിച്ചിരിക്കുന്നത്. ലോക്ഭവൻ സ്വീകരിച്ച നിലപാടുകൾ എല്ലാവർക്കും അറിയാം, അതോടൊപ്പം തന്നെ കൂടുതലൊന്നും പറയാനില്ല. കേന്ദ്ര സർക്കാരിന്റെ ചില ഉത്തരവുകൾ അത് പുതുതായി വന്നിട്ടുണ്ടല്ലോ. ഇതുപോലെ എന്തായാലും വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും തനിക്ക് പറയാനില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും നിർണായകമായ സമീപനം സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. കാരണം നാളെ സ്കൂളുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വന്ദേ മാതരം പാടേണ്ടതുണ്ടോ അല്ലെങ്കിൽ പൂർണ്ണമായി ആലപിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതും ആ സർക്കുലറിൽ, ഈ പുറത്തിറങ്ങിയ സർക്കുലറിൽ എന്താണ് വാസ്തവം, എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത്. അപ്പുറത്തേക്ക് CP ജോണിന്റെ നിലപാട് നോക്കിയാൽ CP ജോൺ പറയുന്നത് ഇതിന്റെ അവസാന ഭാഗത്ത് ചില ഭക്തിഗാനവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഭക്തി ഈ വിദ്യാഭ്യാസ വകുപ്പുമായോ അല്ലെങ്കിൽ സാധാരണ സമീപനവുമായോ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണോ പാടിയിട്ടുള്ളത് അത് തന്നെ ഇപ്പോഴും പാടണം എന്നൊരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതുമായി ഒരു കൂടിയാലോചനകൾ നടത്തുകയോ എല്ലാ വകുപ്പുകൾക്കും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയോ ചെയ്തിട്ടില്ല. കൃത്യമായി മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ UDF സർക്കാരിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഏകോപന രീതിയിലുള്ളൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ നിലപാടുകളിൽ നിന്നും മൂന്ന് മന്ത്രിമാരുടെ നിലപാടുകളിൽ നിന്നും വ്യക്തമാകുന്നത്.